ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഹാപ്പി അവേഴ്സ്. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ തൃശ്ശൂർ നെഹ്റു പാർക്കിൻ്റെ പടി കടന്ന് ഉള്ളിലേക്ക് ചെല്ലുന്നത്. ബേബി ആയതിന് ശേഷം ഞാൻ ഇക്ക ആയിട്ടാണ് കൂടുതലും പുറത്ത് പോകാറുള്ളത്. ഫസ്റ്റ് ടൈമാണ് ഇക്ക ഇല്ലാതെ അമ്മയും അലീനയും ആയിട്ട് പുറത്തേക്ക് വന്നേക്കണ ഉണ്ണീനെ കൊണ്ട്. എനിക്ക് +2 കാലഘട്ടത്തിലൊക്കെ ഡെയിലി വരുന്നൊരു സ്ഥലമെന്ന് വേണമെങ്കിൽ പറയാം. അത്രയും അറ്റാച്ച്മെൻ്റ് ഉള്ളൊരു സ്ഥലമായിരുന്നു നമ്മുടെ ഈ ഒരു നെഹ്റു പാർക്ക്. പക്ഷേ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഫസ്റ്റ് ടൈമാണ് ഇപ്പോൾ കുറേ വർഷങ്ങൾക്ക് ശേഷം വരുന്നത്. അവിടെ വന്നത് ഷാനുവിന് വേണ്ടിയിട്ടായിരുന്നു. ഉള്ളിൽ കയറിയപ്പോൾ തന്നെ അവൻ ഹാപ്പിയാണ്. പിന്നെ ഒഴുകുന്നതിലൊക്കെ ഇരുത്തിയപ്പോൾ ഭയങ്കര സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു, ചിരിക്കുന്നെല്ലാം ഉണ്ടായിരുന്നു. മോൻ സ്വതവേ ചിരി കുറവാണ്. ചിരിക്കാൻ പറഞ്ഞ് ഞാൻ ചമ്മി ചിരിച്ച് മാറിപ്പോയി. പിന്നെ അത് കഴിഞ്ഞ് അലീന ഊഞ്ഞാലിലിരുത്തിയപ്പോൾ ഇരുത്താൻ നോക്കുമ്പോൾ കുറേ അവൻ പേടിച്ചിട്ട്, അവൻ എന്തെങ്കിലും ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ ഭയങ്കര പേടിയാണ്. പക്ഷേ ഊഞ്ഞാലിൽ ഇരുന്ന് കഴിഞ്ഞപ്പോൾ എന്തോ ഒരു സന്തോഷം പോലെയൊക്കെ തോന്നി. പിന്നെ ഉണ്ട് അവളുടെ കൈയെല്ലാം വിടിയിപ്പിച്ച് അവൻ ഒറ്റയ്ക്ക് ഇരിക്കണം, വലിയ ചിക്കന്മാരെ പോലെ ആവണം. അങ്ങനെ ഇരുന്ന് ഒറ്റയ്ക്കൊക്കെ ഇരുന്ന് ആടാനൊക്കെയുള്ള ശ്രമമായിരുന്നു. അവൻ ഇങ്ങനെ ഹാപ്പി ആയിട്ട് ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ അലീനൊന്ന് തിരിഞ്ഞു നോക്കിയിട്ട് പറഞ്ഞു, ഒരാൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ നോക്കിയപ്പോൾ അഖിലായിരുന്നു. നിങ്ങൾ എൻ്റെ വീഡിയോ എടുക്കാണോ? ചോദിച്ചിട്ടൊക്കെ എടുക്കണ്ടേ? ഞാൻ ഫിലിം സ്റ്റാർ അല്ലേ, ചോദിക്കണം കേട്ടോ, അനുവാദം ചോദിച്ചിട്ട് എടുക്കാം. ഓക്കെ. കുറേ നാളായിട്ടുണ്ട് ഇവരെല്ലാം കണ്ടിട്ട്. ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിരുന്നവരാണ്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സാണ്. ഞങ്ങളൊരു ഡേ പ്ലാൻ ചെയ്ത് എല്ലാവരും കൂടെ ഇറങ്ങിയതായിരുന്നു. ഷാനു അഖിലിനെ കണ്ടപ്പോഴേക്കും പളുങ്ങി. അവന് പിന്നെ പേടിയാണ് ഫസ്റ്റ് ടൈം കാണുമ്പോൾ ആരെയായാലും. അപ്പോഴേക്കും അടുത്ത ടീം എത്തി. ഈ വരുന്നത് ലൈല ചേച്ചി, പിന്നെ എൻ്റെ മോളെ അല്ലു, പിന്നെ ചേച്ചി ലൈല ചേച്ചിയുടെ മോളും ഷൈനുമാണ്. ഇവർ പിന്നെ എവിടെ എപ്പോൾ സമയത്തിനെത്താന്ന് പറഞ്ഞു കഴിഞ്ഞാലും കറക്റ്റ് ടൈമിന് എത്തുന്നതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അപ്പൊ ഇനി വൈകണ്ട, നമുക്ക് അങ്ങോട്ട് പോവാം. ഇപ്പോഴേയോ? ഇപ്പൊ പോയാലേ സമയത്തങ്ങ് എത്തുള്ളൂ. പിന്നെ നമ്മുടെ വേണ്ടപ്പെട്ടവർ നമ്മളെപ്പോൾ കണ്ടാലും ചോദിക്കുന്ന ചോദ്യങ്ങളിലൊന്നാണത്. പൊന്നു സ്ലൈഡ് ചെയ്യാനായിട്ട് കയറാനായിട്ട് നിന്നതായിരുന്നു, പിന്നെ ഒന്ന് മടിച്ചു മാറി നിന്നു. അപ്പം ഞാനങ്ങ് കയറി മാതൃകയാക്കാമെന്ന് വിചാരിച്ചു. പണ്ട് കുഞ്ഞായിരുന്ന സമയത്ത് ഇതിനകത്ത് ഒഴുകിയിട്ട് മൂടൊക്കെ പൊളിഞ്ഞ് ആകെ സീനായിട്ടുള്ള ഒരു സമയമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം ഇപ്പോഴാണ് ആ പേടിയൊക്കെ മാറിയിട്ട് ശരിക്കും കയറുന്നത്. മോൻ വലിയ വികാരമൊന്നുമില്ല, കാരണം എൻ്റെ മേലല്ലേ ഇരിക്കുന്നത്. ഇറങ്ങിക്കഴിഞ്ഞ് നോക്കിയപ്പോൾ ബാക്കിലൊക്കെ ഫുള്ള് അഴുക്ക്. പിന്നെ മുടിയുള്ളതുകൊണ്ട് ഞാനത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു, അങ്ങനെ കാണില്ല എന്ന് വെച്ചു. അത് കഴിഞ്ഞ് അവനെ ഞാൻ ഇതിനകത്താവുമ്പോൾ കുഞ്ഞുണ്ണികൾക്ക് വലിയ കുഴപ്പമില്ലാതെ ഒഴുകാനായിട്ട് പറ്റുമല്ലോ. അപ്പം ഞാൻ അവനെ അതിനകത്ത് ഇരുത്തിയിട്ടൊന്ന് ഒഴുക്കാനൊക്കെ നോക്കി. അവനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ വന്നിട്ട് ഒന്ന് എടുക്കാനായിട്ട് കൂട്ടാക്കുന്നേ ഉണ്ടായിരുന്നില്ല, വെറുതെ കിടന്ന് ഞേളി ഞേളി നിൽക്കുമായിരുന്നു. പിന്നെ ഞാൻ അതിനകത്ത് ആദ്യം ഇരുത്തിയപ്പോൾ അവനൊന്ന് പേടിച്ചു. പിന്നെ അവൻ അതിനകത്ത് ഓക്കെ ആയി, സെറ്റായി. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഷൈൻ വന്നു കേട്ടോ. അപ്പോഴേക്കും അവനിങ്ങനെ ഒഴുകി ഒഴുകി ഹാപ്പിയായി ചിരിച്ച് കളിച്ചിരിക്കുകയായിരുന്നു. ഷൈൻ വന്ന് കഴിഞ്ഞപ്പോൾ ഷൈൻ ഇരുത്താൻ നോക്കിയപ്പോൾ കരച്ചിലോ കരച്ചിൽ, സമ്മതിക്കണേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ അവനെ അവിടെ നിന്ന് എടുത്ത് നടന്നു. ഞങ്ങളങ്ങനെ നടന്ന് ഊഞ്ഞാലി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. അവിടെ ഒരു ടീം ഇരിക്കുന്നുണ്ടായിരുന്നു. ഊഞ്ഞാലി കിട്ടി കഴിഞ്ഞപ്പോൾ ഊഞ്ഞാലിരുന്നപ്പോൾ അവൻ ഹാപ്പിയായി കുറച്ച് നേരമൊക്കെ ഞങ്ങളിരുന്ന് ഊഞ്ഞാലൊക്കെ ആട്ടിത്തരാൻ പറഞ്ഞപ്പോൾ അപ്പുറത്തുനിന്ന് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഷാന് ഭയങ്കര ഹാപ്പി ആയിട്ടാ, കാരണം അവന് അങ്ങനെ തൊട്ടിയിലൊന്നും ഞാൻ അധികമായിട്ട് ആട്ടിയിട്ടില്ല. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ ഒരു ഫീലാണെന്നുള്ളത് അവന് വലിയ കാര്യമായിട്ട് അറിയില്ല. അവൻ ഭയങ്കര ഹാപ്പി ആയിട്ട് കയ്യടിയും ചിരിയും ബഹളമൊക്കെ ആയിരുന്നു. പിന്നെ അവൻ എല്ലാവരുമായിട്ടും പെട്ടെന്ന് സെറ്റായിട്ടാ. അത് കഴിഞ്ഞപ്പോൾ അലീഷയ്ക്ക് ഇരിക്കണം. ഇതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുമക്കൾക്ക് ഇരിക്കുന്നതല്ലേ, അത് കാരണം കൊണ്ട് ഞാൻ പതുക്കെ എഴുന്നേറ്റാലോ എന്ന് വിചാരിച്ചു. അവൾ വന്നിരുന്നപ്പോഴേക്കും ഷാനുവിന് വീണ്ടും ഇളകി. പിന്നെ അവളൊരു വിധം പറഞ്ഞ് സെറ്റാക്കി കുറച്ച് നേരമൊക്കെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ അവന് ഓക്കെ ആയി. എപ്പോൾ ഗുഡ് ബോയ് പറഞ്ഞാലും അവന് കൈയടിക്കണം. ഞാനപ്പം അവിടെ നിന്ന് നൈസായിട്ട് അവരുടെ കയ്യിൽ കൊച്ചിനെ കൊടുത്തിട്ട് ഒന്നും മാറി. കൂടെയുള്ളവരെ ട്രോളാനായിട്ട് എനിക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഷാനു അവരുടെ കൂടെ ഹാപ്പി ആയിട്ടിരിക്കുകയായിരുന്നേ. അയ്യോ കുഞ്ഞുണ്ണിതാ, മുതിർന്നവർ കഴിക്കാൻ പാടില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അത് കഴിഞ്ഞ് ഷൈൻ എടുത്തപ്പോൾ അവൻ കരച്ചിലേ നിർത്തുന്നില്ല. ആലീഷ് ഊഞ്ഞാലിലൊക്കെ ഇരുത്തി ഒന്ന് സെറ്റാക്കാന്നൊക്കെ വെച്ചു. അവൻ ആരാ അവൻ സമ്മതിക്കണില്ല, കരഞ്ഞുകൊണ്ടേയിരുന്നു. അവസാനം ഞാൻ അവനെ എടുത്തങ്ങ് നടന്നു. കുറച്ച് നേരം പുല്ലിലൊക്കെ ഒന്ന് ഇരുത്താമെന്ന് വിചാരിച്ചിട്ട്. ഉടുക്കത്തെ വെയിലായിരുന്നു. ഞാൻ അതിന് പിടിച്ച് പൊത്തി ഓടിപ്പോയി ഒരു മരത്തിൻ്റെ താഴെ ചെറിയ തണലിൽ പോയിട്ടിരുന്ന്.
ഷാനു ആണെങ്കിൽ ഇങ്ങനെ ഓടി നടന്നു തുടങ്ങിയിട്ടില്ല. അവങ്ങനെ പിടിച്ച് നടക്കും, നമ്മളെ പോലെ ഒന്നും നടന്നു തുടങ്ങിയിട്ടില്ല, കുഞ്ഞല്ലേ. അപ്പം അവനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ താഴെ നിർത്തുമ്പോൾ ഭയങ്കര വലിയ ആൾ പോലെയൊക്കെ തോന്നും. അയ്യോ ഞാൻ വലിയ ചേട്ടനായില്ലോ എന്നുള്ളൊരു ഫീലൊക്കെ അവന് ഇഷ്ടമാണ്. ഇങ്ങനെ മണ്ണിലിരിക്കുക, അതുമാതിരി പുല്ലിലൊക്കെ നടക്കാനും കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എന്നാൽ ഇവരൊക്കെ കാണുമ്പോൾ അവൻ ഭയങ്കര ഷൈയായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എന്നാലും പൊന്നൂനെ കണ്ടപ്പം കുറച്ച് നേരം ടാറ്റ പറഞ്ഞ് വിളിക്കുക, അങ്ങനെ ബാബാ പറഞ്ഞ് വിളിക്കുക, അങ്ങനെയൊക്കെയുള്ള കുറച്ച് നേരം കളിയൊക്കെ ആയിരുന്നു. അങ്ങനെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞപ്പം പിന്നെ ഷൈനെ ട്രോളാനുള്ള പ്ലാനിലായിരുന്നു ഇരിക്കുന്നുണ്ടായിരുന്നു, മയിലിൻ്റെ സൗണ്ട് കേൾക്കാൻ വേണ്ടിയിട്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഷാനുവിനെ അവിടെ വെച്ചൊന്ന് എസ്കേപ്പ് ആവാനായിട്ട് നോക്കി. അവരുടെ ആരുടെയും കയ്യിൽ കൊടുത്തിട്ട് എപ്പോഴും നമുക്കിങ്ങനെ എടുത്ത് നടക്കുമ്പോൾ ഭയങ്കര ഒരു ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ തോന്നും. പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ കുഞ്ഞുമക്കൾ വേറെ ആൾക്കാരുടെ ഒക്കെ കൂടെ പോകണമല്ലോ. അപ്പം ഞാൻ അലീനയുടെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ പിന്നെ ക്യാമറ പിടിച്ച് അവനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ അവൻ അവിടെ ഇരുന്ന് ചിരിച്ച് കളിച്ച് നിന്നോളും. അപ്പം അത് കഴിഞ്ഞിട്ട് അവന് ആനേനെ കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഇപ്പം കണ്ടു കഴിഞ്ഞാൽ അപ്പം കരച്ചില്ല, കരയേണ്ട വെച്ചിട്ട് അവരുടെയിലൊക്കെ കൊടുത്ത് ഞാൻ മാറി നിൽക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് അവന് മറ്റേ തിരിയുന്ന കറങ്ങുന്ന താറാവുണ്ടല്ലോ, അതിനകത്ത് ഇരുത്താനായിട്ട് കൊണ്ടുപോയി. ഇരുത്തി കഴിഞ്ഞപ്പോൾ സന്തോഷം കാണണേ, ചിരിച്ച് നല്ല ഹാപ്പി ആയിട്ടായിരുന്നു ഇരിക്കുന്നുണ്ടായിരുന്നത്. അഖിലാണ് കറക്കണം. അഖില് കറക്കുമ്പോൾ ഞാനങ്ങ് ഓടിപ്പോവായിരുന്നു, നല്ല സ്പീഡുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് പതുക്കെ ചെയ്യ് പറഞ്ഞ് പതുക്കെ കറക്കി എല്ലാം കഴിഞ്ഞ് കുറച്ച് നേരം മോനെ അതിനകത്തൊക്കെ കളിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കളിക്കാനൊരാഗ്രഹം. ഈശ്വര ഒരാപത്തും വരുത്തല്ലേ. കൊണ്ടുപോയി ഇതിലേതാണ് കല്ല്? നാറിയല്ല പ്യാരി. എന്ത് ചെയ്യാനാ, വലിയ ആൾക്കാരായിരുന്നുള്ളൂ, ശരീരം മാത്രമുള്ളൂ, മനസ്സൊക്കെ ഇപ്പോഴും കുഞ്ഞുമക്കളെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി തിരിഞ്ഞിരുന്ന് കളിച്ച് കുറേ ടൈമാക്കി. പിന്നെ അത് കഴിഞ്ഞപ്പോൾ പൊന്നൂന് വാവേനും വെച്ചിട്ട് അതിനകത്ത് കറങ്ങണം. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് നൈസായിട്ട് ഇറങ്ങി ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ചു. അത് വീഡിയോ എടുത്തിട്ടില്ല. അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ ബിനി ഹെറിറ്റേജിൽ പോയി, കൂട്ടത്തിലെ പൈസക്കാരനെ കൊണ്ട് ചിലവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട്. വേറെ ഒന്നുമല്ല, ഷൈന് ജോലി കിട്ടിയതിൻ്റെ ചിലവൊന്നും പറഞ്ഞിട്ട് അവനെ കൊണ്ട് ചിലവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അതിനകത്ത് കയറി. അതിൻ്റെ ഉള്ളിൽ ആംബിയൻസൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഒരു ഹാപ്പിനെസ് തോന്നിട്ടോ. കാരണം നമ്മളിങ്ങനെ ഫസ്റ്റ് ടൈമാണ് അതിനകത്ത് കയറിയത്. നല്ല ഒരു രസമൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറേ ഫോട്ടോ എടുത്തു, പിള്ളേരൊക്കെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് കളിച്ച്. അതിനെല്ലാം ശേഷം ഞങ്ങൾ ഓരോരുത്തർക്കും ഓരോന്ന് കാണുമ്പോൾ നല്ല ഫോട്ടോ എടുക്കാനുള്ള ആഗ്രഹമൊക്കെയാണ്. അപ്പോൾ പിന്നെ ഞാനാണ് മെയിൻ ക്യാമറാമാൻ, അതുകൊണ്ട് തന്നെ എൻ്റെ വലിയ ഫോട്ടോസൊന്നും ഉണ്ടാവില്ല, ഞാനായിരിക്കും എല്ലാവർക്കും ഫോട്ടോ എടുത്ത് കൊടുക്കുക. പിന്നെ കുഞ്ഞുങ്ങൾ ഒരാഗ്രഹം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ചെയ്ത് കൊടുക്കണം എന്നാണല്ലോ, അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഫോട്ടോ ഒക്കെ എടുത്തു കൊടുത്തു. ലാസ്റ്റ് ഞങ്ങൾക്ക് ഫുഡ് വന്നു, ബർഗർ എല്ലാവർക്കും ചിലവ് ചെയ്ത്. ഷൈൻ മുഖമൊക്കെ മറിയോടി ഇരിക്കുന്നുണ്ട്. ഞങ്ങളതെല്ലാം കഴിച്ച്. പിന്നെ ഷാനുവിന് അമ്മ എന്ത് കഴിക്കുന്നുണ്ടെങ്കിൽ അവൻ അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഇതെന്താ മധുരമില്ലാത്ത പായസമാണോ എന്ന് ചോദിച്ചിട്ട് അവ ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാനതൊക്കെ കഴിച്ച് ഞങ്ങളവിടെ നിന്ന് നൈസായിട്ട് എല്ലാവരും കഴിച്ച് കഴിഞ്ഞതിന് ശേഷം അവരൊക്കെ കൈ കഴുകാനായിട്ട് പോയി. ഞാൻ, അമ്മ, മോന് അവളുമായിട്ട് ഇറങ്ങാനായിട്ട് നിൽക്കാൻ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടിട്ട് ഇറങ്ങാനുള്ള പ്ലാനിലായിരുന്നു. കേരള ഫയർഫോഴ്സിനും ഇവിടുത്തെ നാട്ടുകാർക്കും മണവാളാൻ സൽസിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അങ്ങനെ എല്ലാവരും ഹാപ്പി ആയിട്ട് പിരിഞ്ഞു പോയി. ഞങ്ങളും ഓട്ടോയിൽ വീട്ടിലേക്ക് തിരിച്ചു വന്നു.